പിള്ളേരെ വണക്കം. ബാൾട്ടി നമ്മുടെ ഷൈൻ നായകനായ പുതിയ സിനിമ കണ്ടിട്ട് വന്നു. ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. നമ്മുടെ പോസിറ്റീവിലെ പ്രബുദ്ധ് സാറ്, അതുപോലെ തന്നെ വിശാഖ്, ഇവരെല്ലാം പടം നല്ലതാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ പടം പോയി കണ്ടത്. ഞാനും ഗോകുൽ ജോഷും കൂടെയാണ് പടം പോയി കണ്ടത്. എനിക്ക് പടം ഇഷ്ടപ്പെട്ടില്ല. ഒരു തമിഴ് സിനിമയാണോ? ആണ്. മലയാള സിനിമയാണോ? അല്ല. അങ്ങനെ കുഴഞ്ഞു മറിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. 2 ഭാഷയിൽ ഇറക്കാൻ വേണ്ടി അവരിത് ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് തമിഴ്നാട് പശ്ചാത്തലം, കേരള പശ്ചാത്തലം, മലയാളം സംസാരിക്കുന്നു. പിന്നെ നായികയുടെ ഡബ്ബിംഗ് ഒക്കെ എന്താണെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ആ രീതിയിൽ വളരെ മോശമായിട്ടായിരുന്നു എനിക്ക് തോന്നിയത്. പിന്നെ നമുക്കൊരു ഗൂസംസ് കൊടുക്കുന്ന 1-2 രംഗങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കാം ഇവരെല്ലാവരും ഇതെന്തോ വലിയ സംഭവമാണ് എന്ന് ഈ സിനിമയെ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് ആക്ഷൻ രംഗങ്ങളും എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞെങ്കിലും എനിക്കതൊന്നും വലിയ രീതിയിൽ കണക്റ്റ് ആകാൻ പറ്റിയിട്ടില്ല. ഒരു ആക്ഷൻ, അതായത് ഒരിടത്ത് മാത്രം നമുക്ക് എന്താണ് അടി പൊട്ടണം എന്ന് തോന്നുന്ന ഒരു സ്ഥലത്ത് പൊട്ടിക്കിടാന്ന് നമുക്ക് തന്നെ അടിക്കാൻ തോന്നും. ആ സമയത്ത് ഒരു അടി പൊട്ടുമ്പോൾ മാത്രം ഒരു ആവേശം വന്നിട്ടുണ്ട്. അത് ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലാതെ ക്ലൈമാക്സ് ഫൈറ്റ് എന്തോ വലിയ സംഭവമാണ്, അവസാനം 20 മിനിറ്റ് വലിയ സംഭവമാണ് എന്ന് ചിലർ പറയുന്നത് കേട്ടു. പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് എൻഡ് നോട്ടും വളരെ സംഭവമാണെന്ന് തോന്നി. അതൊരു സാധാരണ ഒരു എൻഡ് നോട്ട്, അത് വേറെ രീതിയിൽ വല്ലതും കൊണ്ടുവന്നിരുന്നു എങ്കിൽ നന്നായിരുന്നു. പക്ഷെ ആ രീതിയിലൊന്നും കൊണ്ടുവരാൻ സംവിധായകന് കഴിഞ്ഞിട്ടില്ല. പിന്നെ താരങ്ങളുടെ പെർഫോമൻസിൽ ഷൈൻ നിഗം കൊള്ളാമായിരുന്നു. തൻ്റെ റോള് അവൻ ഭംഗിയാക്കി ചെയ്തിട്ടുണ്ട്. ശന്തനു ഭാഗ്യരാജിനെ ഏഞ്ചൽ ജോണിന് ശേഷം ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. ശന്തനുവിൻ്റെ റോളും കൊള്ളായിരുന്നു. പിന്നെ അവർ 4 പേരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അവരുടെ കഥാപാത്രങ്ങളെല്ലാം അവരെ കൊണ്ടാവുന്ന വിധത്തിൽ ചെയ്തിട്ടുണ്ട്. നായികയും കുഴപ്പമില്ല, ഒരു നാടൻ പെൺകുട്ടിയായിട്ട് ആ വേഷപകർച്ചയെല്ലാം വരുന്നുണ്ട്. എങ്കിലും എവിടെയൊക്കെയോ കണക്ഷൻ വിടുന്നത് പോലെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും. പിന്നെ വില്ലന്മാരായിട്ട് വരുന്നത് ഒന്ന് നമ്മുടെ ധനുഷിന്റെ ചേട്ടൻ സെൽവരാഘവൻ, അപ്പോൾ പുള്ളി നല്ലൊരു ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അൽഫോൺസ് പുത്രൻ ഒരു സോഡാ ബാബു എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. അതും കൊള്ളാം. അൽഫോൺസ് പുത്രൻ അഭിനയത്തിന് മാത്രം സമയം കൊടുക്കാതെ ഒരു പുതിയ സിനിമയായിട്ട് വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ പൂർണിമ ഇന്ദ്രജിത്ത് ഇടയ്ക്കൊക്കെ കൊട്ടപ്രമീളയെയും ഗുണ്ടബിനുവിനെയൊക്കെ നമുക്ക് ഓർമ്മ വന്നു എങ്കിലും കൊള്ളാം, അങ്ങനെ പറയാൻ പറ്റൂ. അതൊക്കെ സിനിമ കാണുമ്പോൾ ഏതെങ്കിലും അതൊന്നും ഒരു കണക്ഷൻ കിട്ടിയിട്ടില്ല. മൊത്തത്തിൽ സിനിമ എനിക്ക് യാതൊരു രീതിയിലും കണക്ട് ആയില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് കണക്ട് ആവും. തമിഴിലെ ധനുഷിന്റെ ഒക്കെ ചില ആക്ഷൻ സിനിമകളൊക്കെ കാണുമ്പോഴത്തേക്ക് ഉള്ള ചില രീതികൾ നമുക്ക് തോന്നും. പിന്നെ ഇതൊരു സ്പോർട്സ് സിനിമയായിട്ടാണ് ഇത് തുടങ്ങിയത്. സ്പോർട്സ് സിനിമയായിട്ട് തുടങ്ങി പിന്നീട് ഒരു ഗുണ്ടായിസത്തിനും മറ്റുമൊക്കെ പോയി. അപ്പോൾ അതൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ സെവൻസ് ആണ്. ചാക്കോച്ചൻ ആസിഫ് അലിയൊക്കെ അഭിനയിച്ച സിനിമയുടെ കഥയായിട്ട് ചെറിയ രീതിയിലുള്ള സാമ്യമൊക്കെ ഉണ്ട്. എങ്കിലും അതിലൊക്കെ ഒരു തൃപ്തി നമുക്ക് കിട്ടുമായിരുന്നു. ഇതിൽ എനിക്ക് ആ രീതിയിലുള്ള തൃപ്തിയൊന്നും കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. തമിഴ് പടങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും മാസ് മസാല പടങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമായിരിക്കും. അത് നിങ്ങൾ പടം കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക. എന്തായാലും പടം കാണുക. എനിക്ക് ബേസിക്കലി അത് ഇഷ്ടമായില്ല, വ്യക്തിപരമായിട്ടാണ് പറയുന്നത്. ബേസിക്കലി എനിക്ക് ഈ പടം കണക്ട് ആകുന്നതിൽ പരാജയപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പുതിയൊരു സിനിമ കാണുന്നത് വരെ ബൈ ബൈ.